ആറാമത് മല ഇറങ്ങുന്നൊരു ദൃശ്യമാണിത്. ആറാമത്തെ മല ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ഏഴാമത്തെ മലയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലാണ്. അപ്പോൾ ആറാമത്തെ മല ഇറങ്ങുമ്പോൾ താഴത്തായിട്ട് ഒരു അരുവിയുണ്ട്. ആ അരുവിയിൽ ആളുകൾ കുളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ അരുവിയിൽ നിന്നും തന്നെ നമുക്ക് അരുവിയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് വെള്ളം ശേഖരിക്കാം. അതൊരു വളരെയധികം തണുപ്പുള്ളൊരു ഏരിയയാണിത്. ഇതൊരു കാടാണ്. കാടിൻ്റെ അകത്ത് കൂടിയാണ് ഈ അരുവി ഒഴുകുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് ആറാമത്തെ മല നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ക്ഷീണം അകറ്റാനായിട്ട് ഒരു ഷോപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. கால் கிழங்கு சூப் வைக்கிறது. மிளகு, சீரகம், இஞ்சி, பூண்டு, பட்டை, கிராம்பு, சோம்பு, அப்புறம் அதிமதுரம், திப்பிலி, கருஞ்சீரகம், புதினா தலை, மல்லித்தலை, கருவேப்பிலை, கல்லுப்பு இதெல்லாம் போட்டு தண்ணி ஊற்றி வேக வைக்கிறது. அவ்வளோதான். ഇവിടെ മാത്രം കിട്ടുള്ളൂ ഇത്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും ഐറ്റങ്ങൾ ചേർത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കുന്നൊരു സൂപ്പാണ് മുളകാട്ടുകാൽ സൂപ്പ്. ഇത് വലിയ വലിയ പാറകളുടെ മുകളിലും അതുപോലെ തന്നെ വലിയ വലിയ മരങ്ങളുടെ മുകളിലൊക്കെയാണ് ഈ ഒരു കിഴങ്ങ് കാണപ്പെടുന്നത്. ആദ്യമായിട്ട് കഴിക്കുന്ന ഒരു സൂപ്പാണെങ്കിൽ തന്നെയും അത് കുടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ നടന്നു വന്നിട്ടുള്ള ഒരു ക്ഷീണം പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇത് കുടിച്ചതിന് ശേഷം എന്ന് പറയാം. അത്രയേറെ ഒരു എനർജി ആയിരുന്നു നമുക്കത് കുടിച്ചപ്പോൾ കിട്ടിയത്. ഇത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്വാമി പറയണ്ടായി, വെള്ളക്കാരങ്ങൾ വന്ന് സാപ്പിട്ടിട്ട് പാലാട്ടിയിട്ട് പോണ ഐറ്റമാണ് ഇതെന്ന്. അതായത് സായിപ്പാരെ വരെ വന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു ഐറ്റമാണിത്. വെളിയാങ്കരിയിൽ വരുന്നവരാരും മിസ് ചെയ്യേണ്ട. ആറാമത്തെ മല നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് വെളിയാങ്കിരി മല ടോപ്പ് കാണുന്നത്. അപ്പോൾ ആറാമത്തെ മലയിൽ ആണ് ഈ ഷോപ്പുള്ളത്. അപ്പോൾ വെള്ളിയാങ്കരിയിൽ വരുന്നവർ ഈ ഒരു തണുപ്പത്ത് താഴത്തുനിന്ന് ഇത്രയും നടന്നു വന്ന് ആ ക്ഷീണമൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് മുളകാട്ടുകാൽ സൂപ്പ്. അപ്പോൾ വരുന്നവർ ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ടുണ്ട്. നമ്മൾ ഈ ആറാമത്തെ മലയുടെ എൻഡിൽ ഏഴാമത്തെ മലയുടെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വന്ന വഴി നമുക്ക് കാണാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ദൂരത്താണതുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു മല നമ്മൾ കയറി ഇറങ്ങി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. ഒരിക്കലും നമ്മൾ പറ്റില്ല എന്ന് ഒരു കാര്യത്തിനെയും നമ്മൾ ചിന്തിക്കരുത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗം നമ്മുടെ മുന്നിലുണ്ടാവും. അതിന് ഏകമായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വിൽ പവറാണ്. നമ്മളെക്കൊണ്ട് സാധിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല.